ഇറാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ പുതിയൊരു വഴിത്തിരിവിൽ എത്തി നിൽക്കെ തടഞ്ഞു വെച്ചിരിക്കുന്ന $6 ബില്യൺ ഇറാനിയൻ ആസ്തികൾ വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇസ്ലാമാബാദിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ നടന്ന ചർച്ച പരാജയപ്പെട്ട സാഹചര്യത്തിൽ കൂടിയാണ് ഈ രഹസ്യ കരാർ സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവരുന്നത്. ഈ തുക വിട്ടു നൽകുന്നത് സംബന്ധിച്ച് പരസ്പര വിരുദ്ധമായ റിപ്പോർട്ടുകളാണ് നിലവിൽ ലഭ്യമാകുന്നത്. വാഷിംഗ്ടൺ ഈ നീക്കത്തെ ഗൗരവമായി കാണുന്നുവെന്നും മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന്റെ ഭാഗമാണിതെന്നും ഇറാനിയൻ വൃത്തങ്ങൾ അവകാശപ്പെടുന്നു. എന്നാൽ അമേരിക്കൻ ഔദ്യോഗിക പ്രതിനിധികൾ ഇത്തരമൊരു തീരുമാനത്തെ പൂർണ്ണമായും നിഷേധിക്കുന്നത് നയതന്ത്ര വൃത്തങ്ങളിൽ വലിയ അനിശ്ചിതത്വം സൃഷ്ടിച്ചിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ പണം വിട്ടു നൽകാൻ അമേരിക്ക തയ്യാറായതെന്നാണ് ഇറാൻ ഉന്നയിക്കുന്ന പ്രധാന വാദം. ലോകത്തെ പ്രധാന എണ്ണ വിതരണ പാതകളിൽ ഒന്നായ ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ നടത്തുന്ന ഇടപെടലുകൾ ആഗോള വിപണിയെ സാരമായി ബാധിക്കാറുണ്ട്. ഇതൊഴിവാക്കാൻ അമേരിക്ക പണം നൽകി ഒത്തുതീർപ്പിന് ശ്രമിക്കുന്നുവെന്നാണ് സൂചനകൾ. 2018 ഇറാനിയൻ എണ്ണ വിപണനവുമായി ബന്ധപ്പെട്ട് മരവിപ്പിച്ച ഈ തുകയുടെ ചരിത്രം ഏറെ സങ്കീർണമാണ്. ദക്ഷിണ കൊറിയയിൽ തടഞ്ഞു വെച്ചിരുന്ന ഈ പണം ഇറാനിലെ ജനങ്ങളുടെ മാനുഷികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കേണ്ടതെന്ന നിബന്ധനയോടെയാണ് അമേരിക്ക നേരത്തെ മാറ്റി നിർത്തിയിരുന്നത്. എന്നാൽ പിന്നീട് ഇത് പലതവണ രാഷ്ട്രീയ തർക്കങ്ങളുടെ കേന്ദ്രമായി മാറിയിരുന്നു. നേരത്തെ 2023 നടന്ന തടവുകാരുടെ കൈമാറ്റവുമായി ബന്ധപ്പെട്ട് ഈ തുക വിട്ടു നൽകാൻ അമേരിക്കൻ ഭരണകൂടം തത്വത്തിൽ അംഗീകാരം നൽകിയിരുന്നു. എന്നാൽ പിന്നീട് മേഖലയിലുണ്ടായ സംഘർഷങ്ങളെ തുടർന്ന് ഖത്തറിലെ ബാങ്കുകളിൽ സൂക്ഷിച്ചിരുന്ന ഈ ഫണ്ട് അമേരിക്ക വീണ്ടും തടയുകയായിരുന്നു. ഇത് ഇറാന്റെ കടുത്ത അമർഷത്തിന് കാരണമായിരുന്നു. ഇസ്ലാമാബാദിലെ ചർച്ചാമേശയിൽ ഈ $6 ബില്യൺ എന്നത് ഒരു പ്രധാന വിലപേശൽ ഘടകമായി മാറിയിരിക്കുകയാണ്. സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഇറാന് ഈ തുക ലഭിക്കുന്നത് വലിയ ആശ്വാസമാകുമെന്നിരിക്കെ ഇത് വിട്ടു നൽകുന്നത് ഇറാന്റെ സായുധ നീക്കങ്ങൾക്ക് കരുത്തു പകരുമോ എന്ന ആശങ്ക അമേരിക്കൻ കോൺഗ്രസിന്റെ ഒരു വിഭാഗം പങ്കുവയ്ക്കുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിദേശ നയം നോ ഡീൽ നോ പ്രോബ്ലം എന്നാണെങ്കിലും പ്രായോഗികമായ ചില വിട്ടുവീഴ്ചകൾക്ക് അദ്ദേഹം തയ്യാറാകുന്നുണ്ടോ എന്ന ചോദ്യം ഈ വാർത്തയോടെ സജീവമായി. ഇറാനുമായുള്ള ഒരു വലിയ യുദ്ധം ഒഴിവാക്കാൻ സാമ്പത്തികമായ ചില ഇളവുകൾ നൽകുന്നത് ഗുണകരമാകുമെന്ന് വൈറ്റ് ഹൗസിലെ ചില ഉപദേശകർ കരുതുന്നുണ്ടാകാം. ഇറാൻ വിദേശകാര്യ മന്ത്രാലയം ഈ വിഷയത്തിൽ അതീവ ജാഗ്രതയോടെയാണ് പ്രതികരിക്കുന്നത്. പണം ലഭിക്കാതെ സമാധാന കരാറുകളിൽ ഒപ്പിടലെന്ന കർശന നിലപാടാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത്. തങ്ങളുടെ ന്യായമായ അവകാശമാണ് ഈ തുകയെന്നും അത് തടഞ്ഞു വെക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും അവർ വാദിക്കുന്നു. ഇസ്ലാമാബാദിൽ നടക്കുന്ന ചർച്ചകളുടെ ഉള്ളറകളിൽ ഈ പണം കൈമാറുന്നതിനുള്ള സാങ്കേതികമായ വഴികളെക്കുറിച്ച് ചർച്ചകൾ നടക്കുന്നുണ്ടാകാം. പണം നേരിട്ട് നൽകാതെ ഭക്ഷണത്തിനും മരുന്നിനും മാത്രമായി ചിലവഴിക്കാനുള്ള സംവിധാനം ഒരുക്കുന്നതിനെ കുറിച്ചും ആലോചനകളുണ്ട്. എങ്കിലും ട്രംപ് ഭരണകൂടം ഈ വിവരങ്ങൾ ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ തയ്യാറായിട്ടില്ല. ഈ രഹസ്യ കരാർ വാർത്ത പുറത്തു വന്നതോടെ ഇസ്രയേൽ തങ്ങളുടെ പ്രതിഷേധം അമേരിക്കയെ അറിയിച്ചു കഴിഞ്ഞു. ഇറാനിലേക്ക് പണം ഒഴുകുന്നത് മിഡിൽ ഈസ്റ്റിലെ മൊത്തം സുരക്ഷയെ ബാധിക്കുമെന്നും ഇത് തീവ്രവാദ ഗ്രൂപ്പുകളെ സഹായിക്കുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആശങ്കപ്പെടുന്നു. അമേരിക്കയുടെ ഈ നീക്കം തങ്ങളെ തള്ളിക്കൊണ്ടുള്ളതാണെന്ന് ഇസ്രായേൽ കരുതുകയും ചെയ്യുന്നു. ആഗോള എണ്ണവിലയിലെ ചാഞ്ചാട്ടം കുറയ്ക്കാൻ ഇറാനെ അന്വയിപ്പിക്കേണ്ടത് അമേരിക്കയുടെ ആവശ്യമാണ്. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് അമേരിക്കയിൽ ഇന്ധനവില വർദ്ധിക്കുന്നത് രാഷ്ട്രീയമായി ട്രംപിന് തിരിച്ചടിയാകും. അതിനാൽ ഇറാനുമായുള്ള ഒരു താൽക്കാലിക വെടിനിർത്തലിന് $6 ബില്യൺ എന്നത് ഒരു ചെറിയ വിലയാണെന്ന് അമേരിക്കൻ ഭരണകൂടം കണക്കുകൂട്ടുന്നുണ്ടാകാം. ഈ പണം ഖത്തറിലെ ബാങ്കുകളിൽ നിന്ന് നേരിട്ട് ഇറാനിലെ കേന്ദ്ര ബാങ്കിലേക്ക് മാറ്റുമോ അതോ മറ്റേതെങ്കിലും അന്താരാഷ്ട്ര ഏജൻസികൾ വഴി വിതരണം ചെയ്യുമോ എന്ന കാര്യത്തിലാണ് ഇപ്പോൾ തർക്കം നിലനിൽക്കുന്നത്. പണം ദുരുപയോഗം ചെയ്യപ്പെടില്ലെന്ന് ഉറപ്പാക്കാൻ ശക്തമായ നിരീക്ഷണ സംവിധാനം വേണമെന്ന് അമേരിക്ക ആവശ്യപ്പെടുന്നുണ്ട്. ഇറാനിലെ ജനങ്ങൾ ഈ വാർത്തയെ വലിയ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. വിദേശ നാണ്യ ശേഖരത്തിൽ ഉണ്ടാകുന്ന ഈ വർധനവ് രാജ്യത്തെ പണപ്പെരുപ്പം കുറയ്ക്കാനും അവശ്യ സാധനങ്ങളുടെ വില കുറയ്ക്കാനും സഹായിക്കുമെന്ന് അവർ കരുതുന്നു. എന്നാൽ ഭരണാധികാരികൾ ഈ പണം സൈനിക ആവശ്യങ്ങൾക്കായി മാറ്റിവെക്കുമോ എന്ന ഭയവും ചിലർക്കുണ്ട്. റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ പല നേതാക്കളും ട്രംപിന്റെ ഈ നീക്കത്തെ വിമർശിക്കുന്നുണ്ട്. ഇറാനോട് വിട്ടുവീഴ്ച ചെയ്യുന്നത്
അമേരിക്കയുടെ സുരക്ഷയെ ബാധിക്കുമെന്ന് അവർ വാദിക്കുന്നു. എന്നാൽ ഒരു പുതിയ യുദ്ധത്തിലേക്ക് രാജ്യത്തെ വലിച്ചിഴയ്ക്കാതെ പ്രശ്നം പരിഹരിക്കാനാണ് താൻ ശ്രമിക്കുന്നതെന്ന് ട്രംപ് മറുപടി നൽകിയേക്കും. ഒരു വശത്ത് പണം വിട്ടു നൽകുന്നത് സംബന്ധിച്ച തർക്കവും മറുവശത്ത് ഇസ്രായേലിന്റെ സൈനിക ഭീഷണിയും ചർച്ചകളെ സങ്കീർണമാക്കുന്നുണ്ട്. എങ്കിലും നയതന്ത്രജ്ഞർ ഒരു പോംവഴി കണ്ടെത്താനുള്ള കഠിന ശ്രമത്തിലാണ്. ഇറാന്റെ ഭാഗത്തു നിന്ന് ഹോർമൂസ് കടലിടുക്കിലെ സുരക്ഷാ ഉറപ്പ് ലഭിച്ചാൽ മാത്രമേ പണം വിട്ടു നൽകൂ എന്ന കർശന നിലപാടിലാണ് അമേരിക്ക. കഴിഞ്ഞ കുറെ മാസങ്ങളായി ഈ മേഖലയിൽ കപ്പലുകൾക്ക് നേരെ ഡ്രോൺ ആക്രമണങ്ങളും പിടിച്ചെടുക്കലുകളും നടന്നിരുന്നു. ഇതിനൊരു അന്ത്യം കുറിക്കുകയാണ് അമേരിക്കയുടെ പ്രധാന ലക്ഷ്യം. വാർത്ത ചോർന്നത് ചർച്ചകളെ ദോഷകരമായി ബാധിച്ചേക്കാം. അതീവ രഹസ്യമായി വെക്കേണ്ട കാര്യങ്ങൾ മാധ്യമങ്ങളിൽ വന്നത് ഇരു രാജ്യങ്ങളിലെയും രാഷ്ട്രീയ നേതൃത്വങ്ങളെ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട്. ഇത് ചർച്ചകൾ പാതി വഴിയിൽ മുടങ്ങാൻ കാരണമായേക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ഭയപ്പെടുന്നു. യൂറോപ്യൻ യൂണിയൻ ഈ നീക്കത്തെ പിന്തുണയ്ക്കുന്നുണ്ട്. ഇറാനുമായുള്ള ആണവ കരാർ പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് ഈ സാമ്പത്തിക ഇടപാട് ഒരു തുടക്കമാകുമെന്ന് അവർ വിശ്വസിക്കുന്നു. സമാധാനത്തിന്റെ പാതയിൽ ഇതൊരു വലിയ നാഴികക്കല്ലാകുമെന്നാണ് ബെസിസിലെ വിലയിരുത്തൽ. ഇറാന്റെ $6 ബില്യൺ എന്നത് കേവലം ഒരു തുക മാത്രമല്ല, അത് ആ രാജ്യത്തിന്റെ അന്തസ്സിന്റെയും ആഗോള അംഗീകാരത്തിന്റെയും പ്രതീകം കൂടിയാണ്. തടഞ്ഞു വെച്ച പണം തിരികെ വാങ്ങുന്നതിലൂടെ തങ്ങൾ അമേരിക്കയെ മുട്ടുകുത്തിച്ചുവെന്ന് ഇറാനിലെ തീവ്ര നിലപാടുകാർക്ക് അവകാശപ്പെടാനാകും. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ബിഗ് ഡീലാണ്. സൈനിക ചിലവുകൾ കുറയ്ക്കാനും നയതന്ത്രത്തിലൂടെ അമേരിക്കയുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനും തനിക്ക് കഴിയുമെന്ന് അദ്ദേഹം ഇതിലൂടെ തെളിയിക്കാൻ ശ്രമിക്കുകയാണ്. ആർട്ട് ഓഫ് ദ ഡീൽ എന്ന തന്റെ പുസ്തകത്തിലെ തന്ത്രങ്ങൾ അദ്ദേഹം ഇവിടെ പ്രയോഗിക്കുകയാണോ എന്ന് പലരും സംശയിക്കുന്നുണ്ട്. ഈ ഇടപാടിൽ ചൈനയുടെ പങ്കും സംശയിക്കപ്പെടുന്നുണ്ട്. ഇറാനുമായി അടുത്ത സാമ്പത്തിക ബന്ധമുള്ള ചൈന അമേരിക്കയ്ക്ക് മേൽ ഈ പണം വിട്ടു നൽകാൻ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ടാകാം. ഏഷ്യൻ മേഖലയിൽ അമേരിക്കൻ സ്വാധീനം കുറയ്ക്കാനുള്ള ചൈനയുടെ തന്ത്രത്തിന്റെ ഭാഗമാണിതെന്ന് കരുതുന്നവരുമുണ്ട്. ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് ഈ പണത്തിന്റെ വിനിയോഗത്തിൽ വലിയ സ്വാധീനം ചെലുത്താനും സാധ്യതയുണ്ട്. പണം ലഭിച്ചാൽ അത് എങ്ങോട്ടൊക്കെ പോകുന്നു എന്ന് നിരീക്ഷിക്കാൻ അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ പ്രത്യേക സംവിധാനം ഒരുക്കും. അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ഈ വിഷയത്തിൽ ഇതുവരെ വ്യക്തമായ ഉത്തരം നൽകിയിട്ടില്ല. നയതന്ത്ര കാര്യങ്ങളിൽ എല്ലാ വിവരങ്ങളും ഇപ്പോൾ വെളിപ്പെടുത്താൻ കഴിയില്ലെന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം. ഇത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇറാൻ ആണവ പദ്ധതികൾ മരവിപ്പിക്കാൻ തയ്യാറായാൽ മാത്രമേ ഈ പണം പൂർണ്ണമായും വിട്ടു നൽകൂ എന്ന് അമേരിക്കൻ ഉദ്യോഗസ്ഥർ രഹസ്യമായി അറിയിച്ചിട്ടുള്ളതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പണം ഘട്ടം ഘട്ടമായി നൽകാനാണോ അതോ ഒറ്റയടിക്ക് നൽകാനാണോ തീരുമാനം എന്നതിലും വ്യക്തതയില്ല. ഈ സംഭവവികാസങ്ങൾ മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ മാറ്റിയെഴുതും. ഇറാനും അമേരിക്കയും തമ്മിലുള്ള മഞ്ഞുരുകുന്നത് സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളെ തങ്ങളുടെ വിദേശ നയം പുനഃപരിശോധിക്കാൻ പ്രേരിപ്പിക്കും.